എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പം സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയും നമ്മൾ എന്താണ് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ പല ക്ലാസ്സുകൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ക്ലാസ് അതിൻ്റെ ബോർഡ് എക്സാമിനെ പറ്റി മാത്രം ടെൻഷൻ ആവുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. എന്താണോ നമ്മുടെ ഡ്രീം അതിനു വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ. പക്ഷെ പലരും 10ാം ക്ലാസ് എത്തട്ടെ അല്ലെങ്കിൽ +2 കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകളും എടുത്ത് നോക്കിയാലും അതിൽ റാങ്ക് നേടുന്നതിൽ നമ്മൾ മലയാളികൾ വിരലിലുണ്ടാവുന്നതിൽ പക്ഷേ വളരെ കുറവുമായിരിക്കും. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഈ ഒരു അവസാനത്തേക്ക് വെക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രീം വേണം. നമ്മളിപ്പോൾ ഡോക്ടർ ആവാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു വലിയൊരു സെൻട്രൽ ഗവൺമെൻറ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള ജോബിലേക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എയിം വ്യക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. കാരണം അപ്പോൾ മാത്രമേ ഏത് സബ്ജക്റ്റാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പം മാത്തമാറ്റിക്സ് ആണോ അല്ലെങ്കിൽ ബയോളജി ആണോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ആണോ അതിനു വേണ്ടിയാണോ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ബിഗ് സർപ്രൈസുമായിട്ട് സൈലം വരാൻ പോകുന്നത്. കാരണം 6, 7, 8, 9, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സ്കൂളിൽ നമ്മുടെ സിലബസും കാര്യങ്ങളും പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ബേസിക്കും ആ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ അതിന് തയ്യാറെടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു സൈലം നെക്സ്റ്റ് ജൂനിയർ എക്സാം വരുന്നു മെയ് 26ാം തീയതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടെ സൈലത്തിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് നമ്മുടെ ഹോളിഡേ ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. അതുമാത്രമല്ല, ഈ ജയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് സ്കോളർഷിപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, വലിയൊരു സർപ്രൈസ് ആണ്. നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എയിം എന്താണോ അതിനു വേണ്ടി നിങ്ങൾക്ക് 6ാം ക്ലാസ് തൊട്ടേ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 മുതൽ 10 വരെയുള്ള ഏത് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ വഴിയുള്ള വീഡിയോയിലൂടെ പറഞ്ഞു തരും. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈലം നെക്സ്റ്റ് ജൂനിയർ എക്സാം നിങ്ങൾ ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടിയാണ് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ ഉള്ള ഹോളിഡേ സെഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വലിയൊരു സപ്പോർട്ടുമായിട്ടാണ് സൈലം നിങ്ങളെ തേടി എത്തുന്നത്. കാരണം നമുക്കറിയാം, 1 മുതൽ +2 അത് കഴിഞ്ഞ് നീറ്റ്, JEE, PSC ഇങ്ങനെ പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും 6 മുതൽ 10 വരെ ആണെങ്കിൽ കൂടി ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ട്രസ്റ്റിലൂടെ തന്നെ സൈലം നിങ്ങൾക്ക് നേടിത്തന്ന റിസൾട്ടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് പഠിച്ച് ഒരേപോലെ ആ ഒരു ട്രസ്റ്റിലൂടെ നമുക്ക് പോകാം. നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ see you soon. All the very best.